നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന ഒരു സംഘർഷഭൂമിയായി പശ്ചിമേഷ്യ മാറുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ വെറും സമ്മർദ്ദ ശ്രമമാണോ അതോ സമാധാന ശ്രമമാണോ എന്ന സംശയം മുറുകുകയാണ്. വലിയ പ്രതീക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ച ഇന്ന് ജനീവയിൽ വെച്ച് നടക്കുകയാണ്. ഓൾറെഡി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം മറുസൈഡിൽ ഇറാനെ മുച്ചൂട് മുടിക്കാൻ സന്നാഹമൊരുക്കി അമേരിക്ക തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം ഇന്ന് വരെ ഒരു സംഘർഷങ്ങളിലും ആരുടെയും പക്ഷം പിടിക്കാത്ത ഇന്ത്യ ഇറാനുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തതായും എന്നാൽ അവ ഇറാന്റേതല്ല എന്ന വാദവുമായി ഇറാൻ രംഗത്ത് വന്നു എന്നുള്ള വാർത്തകളും ചർച്ചകൾ കൊഴുപ്പിക്കുകയാണ്. ചർച്ചയിൽ സംഘർഷങ്ങൾക്ക് അയവ് വരുമോ? സമാധാനം കാണാൻ സാധിക്കുമോ? ഇന്ത്യയുടെ നിലപാട് മാറുകയാണോ? അതിനു പിന്നിൽ ആഗോള ശക്തികളുടെ സമ്മർദ്ദമാണോ കാരണം? ഈ വിഷയമാണ് ഇന്നത്തെ ഷെക്കിന ന്യൂസ് 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അന്താരാഷ്ട്ര നിരീക്ഷകരായ ഡോക്ടർ മോഹൻ വർഗീസും ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാവു പ്രസാദും ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക ചർച്ചകൾ യഥാർത്ഥത്തിൽ സമാധാനത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? അതോ ഇത് അമേരിക്കയുടെ ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കണോ? ചർച്ചകൾ പലതും നടന്നു, എന്നിട്ടും ഒരു തീരുമാനമാകാതെ നീണ്ടു പോവുകയാണ്. വീണ്ടും ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും? ജോയ്സ്, പൊതുവെ പറയുന്നത് ചർച്ചകൾ എന്ന് പറയുന്നത് സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ചർച്ചകൾ, അല്ലാതെ യുദ്ധത്തിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ആരും തന്നെ ചർച്ചകൾ നടത്താറില്ല. അതുകൊണ്ട് ഈ ചർച്ചകളും യഥാർത്ഥത്തിൽ സമാധാനം പുലരും എന്ന ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ലോകം കാണുന്നത്. നോക്കൂ, ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നിന്നും യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡിന്റെ പ്രധാനപ്പെട്ട ഒരു നെഗോഷിയേറ്റിംഗ് സെന്ററായ ജനീവയിലേക്ക് ചർച്ചകൾ കളം മാറുകയാണ്. പക്ഷെ മീഡിയേറ്റർ സെയിമാണ്, ഒമാൻ തന്നെയാണ് മീഡിയേറ്റർ. പ്രിഫറൻസ് സെയിമാണ്. ഇറാന്റെയും അമേരിക്കയും ഭാഗത്തു നിന്നുള്ള ഡിമാൻഡുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പൊസിഷൻ യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ആകെ കൂടുതലായി കേൾക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രസ്താവനകളാണ്. ഏതെങ്കിലും കാരണവശാൽ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഉടനടി നാവികസേന ആക്രമണം നടത്തും എന്നാണ്. അങ്ങനെയെങ്കിൽ നാവികസേനയുടെ ശക്തമായ അമേരിക്കൻ നാവികസേനയുടെ വിന്യാസം ഗൾഫ് മേഖലയിലുണ്ട്. പ്രത്യേകിച്ചും ഒമാൻ ഉൾക്കടൽ മേഖലയിൽ ഇറാന്റെ തീരത്ത് നിന്ന് സ്വല്പം അകലെയായി അമേരിക്കയുടെ വലിയൊരു വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കൻ USS എബ്രഹാം ലിങ്കൻ ഉണ്ട്. അത് ഏതാണ്ട് 80-90 വിമാനങ്ങൾ വഹിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുപോലെ 4000-ഓളം സൈനികരും ആ കപ്പലിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ മധ്യധരണ്യാഴിയിൽ, അതായത് മെഡിറ്ററേനിയൻ കടലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ വെനിസ്വേല ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന മറ്റൊരു കപ്പൽ USS ജെറാൾഡ് ഫോർഡ്. ജെറാൾഡ് ഫോർഡും ഈ കപ്പലും ചേർന്ന് ഒരുക്കുന്ന ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത്, അത് ഏറെ അകലെയാണ്, അത് മെഡിറ്ററേനിയൻ ഓഷ്യനിലാണ്. മറ്റൊന്ന് തൊട്ട് സമീപം. ഈ 2 കപ്പലുകളും കൃത്യമായി ഉപയോഗിക്കാവുന്ന നിലയിലാണ്. കരയിൽ നിന്നുമുള്ള ആക്രമണത്തിന് ഇതുവരെ GCC രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAEയും സൗദി അറേബ്യയും അനുവാദം കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് കടലിൽ നിന്നുകൊണ്ടുള്ള ആക്രമണം, കപ്പൽ വഴിയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്ക് സാധിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്, ഇവിടെ അമേരിക്ക നേരിട്ട് ഈ ആക്രമണത്തിൽ ഇപ്പോൾ പങ്കെടുക്കുമോ? ഏതെങ്കിലും കാരണവശാൽ ചർച്ച തകരുകയാണെങ്കിൽ മാത്രം. ചർച്ചയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം 2 കൂട്ടരും പ്രകടിപ്പിക്കുമ്പോഴും ഏതെങ്കിലും കാരണവശാൽ അത് തകർന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ രംഗത്ത് വരുമോ? ഇസ്രയേൽ ആക്രമണം നടത്തുകയും അത് അമേരിക്കയുടെ ബാക്കിങ് അതിനുണ്ടാവുകയും ചെയ്യുമോ എന്നതാണ് മറ്റൊരു സൂചന. അതുപോലെ ഇപ്പോൾ അനവധി വിമാനങ്ങൾ ജോർദാനിലെ സൈനിക താവളങ്ങളിൽ, അമേരിക്കൻ ബേസുകളിൽ വന്നിറങ്ങുന്നതായി റിപ്പോർട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ജോർദാന്റെ ടെറിട്ടറി ഇതിനുവേണ്ടി ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് ഗിവ് പീസ് എ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച നടത്തുമ്പോഴും ഈ ഒരു രീതിയിലും കെട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ചർച്ചകൾക്ക്. ഒരു വശത്ത് ചർച്ച നടക്കുന്നു, മറുവശത്ത് യുദ്ധ സന്നാഹം 2 ഭാഗത്തും, ഇറാന്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും അതുപോലെ കടുപ്പിച്ചു നിൽക്കുന്നു എന്ന് പറയുകയും ഉപരോധം തുടരുകയും ചെയ്യുന്നു എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ ചർച്ചകൾക്കുള്ള ഒരു മാനസികമായ ഒരു നിലയിലാണോ ഈ 2 രാജ്യങ്ങൾ എന്ന് ന്യായമായും സംശയിക്കാവുന്നത്. അത് മാത്രമല്ല, ചർച്ചയുടെ പ്രിഫറൻസുകൾ എന്ന് പറയുന്നത് ഇറാൻ വ്യക്തമായി പറയുന്നു, ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച ആകാം, പക്ഷേ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ തങ്ങൾ ഒരുക്കമല്ല. തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് നീക്കം ചെയ്യാൻ തങ്ങൾ യാതൊരു രീതിയിൽ സന്നദ്ധമല്ല. പരമാവധി ചെയ്യാവുന്ന വിട്ടുവീഴ്ച ഇന്ധനമായി ഉപയോഗിക്കത്തക്ക രീതിയിൽ സമ്പുഷ്ടീകരിക്കുക, അതായത് ആയുധമായി ആണവ ഇന്ധനം ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത് മാത്രമാണ് തങ്ങൾക്ക് ചെയ്യാനാവുന്നത്. പക്ഷെ മറുവശത്തെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കൃത്യമായ
നിലപാടുകളുണ്ട്. അതായത് വലിയ പ്രോബ്ലം ഉള്ളത് മിസൈലുകളുടെ കാര്യത്തിലാണ്. ഇറാന്റെ അതീവ വിനാശകാരികളായ മിസൈലുകൾ, അതിന്റെ ഒരു വലിയ ശ്രേണി തന്നെയുണ്ട്. ദീർഘദൂര, ഹ്രസ്വദൂര, ബാലിസ്റ്റിക് മിസൈലുകൾ. അത് ഉപേക്ഷിക്കുക എന്നതല്ല, അതിന്റെ പ്രഹരശേഷി കുറച്ചു കൊണ്ടുവരിക, ലിമിറ്റ് ചെയ്യുക, നമ്പേഴ്സ് ലിമിറ്റ് ചെയ്യുക, റേഞ്ച് ലിമിറ്റ് ചെയ്യുക മുതലായ കാര്യങ്ങൾ വരുമ്പോൾ ഇറാന് അംഗീകരിക്കാവുന്ന ഒരു ഡിമാൻഡേ അല്ല. മാത്രമല്ല, മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ന്യായമായ ഡിമാൻഡാണ്. ഇസ്രായേലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഹമാസ്, ഹൂതീസ്, ഹിസ്ബുള്ള മുതലായ സായുധ സംഘങ്ങളെ ഇറാൻ സഹായിക്കും നിർത്തുക എന്ന് പറയുമ്പോൾ എക്കാലത്തും ഉയർന്നു വന്നൊരു ഡിമാൻഡാണ്. പക്ഷെ ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് പറയുന്നത് ഇറാൻ കൈമലർത്തുകയാണ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെ തങ്ങൾ ഇപ്പോൾ നിലവിൽ സഹായിക്കുന്നില്ല, അതുകൊണ്ട് ആ ചോദ്യം ഉദിക്കുന്നില്ല, പ്രശ്നം ഉദിക്കുന്നില്ല എന്ന നിലപാടിലാണ് ഇറാൻ. അങ്ങനെ വരുമ്പോൾ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം ഇപ്പോഴും പ്രകടമാണ്. ആ വൈരുദ്ധ്യം നിലനിൽക്കെ ഒരു വയാമീഡിയ സ്ട്രൈക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു കൺസെഷൻ, അതായത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇറാൻ ഒരു അനുവാദം കൊടുക്കുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എണ്ണയാണ് പ്രധാനമെങ്കിൽ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ, ഇപ്പൊ ദേശസാൽക്കരിക്കപ്പെടുന്ന എണ്ണപ്പാടങ്ങളുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും അമേരിക്കൻ കമ്പനികൾക്ക് പരിവേഷണത്തിനായി വിട്ടുകൊടുക്കുക. അല്ല എങ്കിൽ അമേരിക്കയുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് പരിവേഷണം നടത്താം എന്ന നിലയിൽ എത്തിച്ചേരുക. അതും അല്ല എങ്കിൽ അമേരിക്കയുമായി ഏതെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക ധാരണ, ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആഗ്രഹിക്കുന്നതും ഇതുപോലെയുള്ള ഒരു ധാരണയ്ക്കാകുമല്ലോ. അതുകൊണ്ടാണ് ഒരു ഇക്കണോമിക് ബെനിഫിറ്റ് എപ്പോഴും അമേരിക്ക കാണുന്നു. ഏത് ഡീലാണെങ്കിലും അവിടെ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ, മിലിറ്ററിസ്റ്റ് ഗെയിൻ എന്നതിന് ഉപരിയായി ഒരു ഇക്കണോമിക് ഗെയിൻ കൂടി കാണുന്നു. പക്ഷേ ഇറാനിലെ ഒരു മതഭരണകൂടമാണ്. കാരണം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രായോഗികമായ വിട്ടുവീഴ്ച ചിന്തകളൊന്നും തന്നെ ഒരുപക്ഷെ അവിടെ പ്രായോഗികമാകില്ല. അത് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. മറുപക്ഷത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉപരോധം കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഉപരോധത്തിന്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ ഇറാന്റെ ഒരു തുള്ളി എണ്ണ പോലും പേർഷ്യൻ ഗൾഫ് കടന്ന് വെളിയിലേക്ക് പോകുന്നില്ല, വിദേശത്തെ കയറ്റുമതി ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന തിരക്കിലുമാണ് അമേരിക്ക. അത് അമേരിക്കയോട് കംപ്ലൈ ചെയ്യുന്ന മറ്റ് ലോകരാജ്യങ്ങളെയും കാണുന്നു. അവിടെയാണ് ഇന്ത്യ കണക്ഷൻ ഇവിടെ പ്രധാനപ്പെട്ടതാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 3 കപ്പലുകൾ ഇറാന്റേതാണ് എന്ന് പൊതുവെ കരുതപ്പെട്ട 3 കപ്പലുകൾ ഓയിൽ ടാങ്കേഴ്സ് ആണ്. അത് ഇന്ത്യയുടെ ബോംബെ തീരത്ത് നിന്നും 100 നോട്ടിക്കൽ മൈലോളം പടിഞ്ഞാറ് മാറി സ്പോട്ട് ചെയ്യുകയും അതിനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എസ്കോർട്ട് ചെയ്ത് ബോംബെ തീരത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. സ്റ്റെല്ലാർ റൂബി എന്ന് പറയുന്ന ഒരു കപ്പൽ, അതുപോലെ അസ്ഫാൾട്ട് സ്റ്റാർ എന്ന മറ്റൊരു കപ്പൽ, മൂന്നാമത്തെ കപ്പൽ അൽ ജഫ്സിയ. ഇങ്ങനെ 3 കപ്പലുകൾ, ഇതെല്ലാം പേരുമാറി ഇറാൻ കപ്പലുകളാണ്. അമേരിക്കൻ ഉപരോധം നേരിടുന്ന ഇറാന്റെ കപ്പലുകൾ പേരുമാറ്റിയാണ് എണ്ണ ഇപ്പോൾ കടത്തുന്നത്. ആ കപ്പലുകളിൽ നിന്ന് മറ്റു കപ്പലുകളിലേക്ക് ഓപ്പൺ സീയിൽ വെച്ച്, ഡീപ് സീയിൽ വെച്ച് എണ്ണ കൈമാറുന്നു. ഇറാന്റെ എണ്ണ ചൈനയിലേക്കും മറ്റു പലയിടത്തേക്കും നിർബാധം ഒഴുകുന്നു. അതിനെ തടയിടാൻ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയും അമേരിക്കക്ക് ആവശ്യമുണ്ട് എന്ന ഒരു ചിന്താഗതി പ്രബലമാണ്. പ്രത്യേകിച്ചും ഇന്ത്യ അമേരിക്കൻ ഡീൽ ഒരു വലിയ വൻപൻ ഡീലാണ് ഇപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്നത്. അതനുസരിച്ച് ഇന്ത്യക്ക് നേരെ ചുമത്തിയിരുന്ന 50% തീരുവ 18% കുറച്ചുകൊണ്ട് വരുമ്പോൾ ഇന്ത്യ അമേരിക്കയ്ക്ക് മറ്റു ചില രീതിയിൽ ഉപരോധം നിലനിർത്താൻ മറ്റു രാജ്യങ്ങൾ സഹകരണം ആവശ്യമായതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. പക്ഷേ കൃത്യമായി ഇന്ത്യ അക്കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് പറഞ്ഞിട്ടില്ല. കപ്പലുകൾ ബോംബെ തീരത്തെ കൊണ്ടുവന്നു എന്നതിലുപരിയായി മറ്റൊന്നും പറഞ്ഞിട്ടില്ല. അമേരിക്ക പറയുന്നത് ഇറാൻ കപ്പലുകൾ തന്നെയാണ് എന്ന ചിന്തയിലാണ്. പക്ഷെ ഇറാൻ ഔപചാരികമായി നിഷേധിച്ചിരിക്കുകയാണ്. ഇത് തങ്ങളുടെ കപ്പലുകളല്ല, മറ്റു ചില കപ്പലുകളാണ്. ഇതിനകത്ത് ഒരു കപ്പലിനെ കുറിച്ചും ഓണർഷിപ്പ് ഏറ്റെടുക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന നിലയിൽ വരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിഷയം സങ്കീർണമായി നിൽക്കുന്നത് ഇറാന്റെ എണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചൈനയുടെ ആവശ്യത്തിന്റെ ഏതാണ്ട് 80%, അല്ല ഇറാന്റെ കയറ്റുമതിയുടെ 80% ചൈനയിലേക്കാണ്. വെനിസ്വേലയുടെ കയറ്റുമതിയും ചൈനയിലേക്കാണ്. ഇപ്പോൾ ചൈനയിലേക്കുള്ള ഫ്യൂവൽ കച്ചവടം അല്ലെങ്കിൽ ഫ്യൂവൽ കയറ്റുമതി, എണ്ണ കയറ്റുമതി ഏതാണ്ട് പരമാവധി കുറച്ചുകൊണ്ടുവരിക എന്ന ഒരു ലാർജർ ഗെയിം പ്ലാനും ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ചൈന എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ നിശ്ചയം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഒരു മൾട്ടി ഡയമെൻഷണൽ ഫീൽ ഉള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് നയതന്ത്ര മേഖലയിൽ ഇപ്പോൾ നിലവിൽ ജാരഡ് കുഷ്ണർ എന്ന ട്രംപിന്റെ മരുമകനും ഔപചാരികമായ വെസ്റ്റ് ഏഷ്യ പ്രതിനിധി, ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് അമേരിക്കൻ ചർച്ചകൾ നയിക്കുന്നത് ഒരു വശത്ത്. മറുവശത്തെ പരിണിതപ്രജ്ഞനായ തന്ത്രശാലിയായ ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നയിക്കുന്ന ഒരു ചർച്ച. അബ്ബാസ് അരാക്ചിക്കും വ്യക്തമായ ക്രെഡൻഷ്യൽസ് ഉള്ളയാളാണ്. അദ്ദേഹം ഇന്റർനാഷണൽ റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ് ആണ്, നയതന്ത്ര രംഗത്ത് ഉണ്ടായിരുന്ന ആളാണ്, കരിയർ ഡിപ്ലോമാറ്റ് ആയിരുന്ന ആളാണ്, ഇറാന്റെ നെഗോഷിയേഷൻസ് മുൻകാലങ്ങളിലും നിയന്ത്രിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് രണ്ട് വിഭാഗവും ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാതെ ഇരിക്കുമ്പോൾ ആക്രമണത്തിനുള്ള ഒരു ലൈസൻസായി അതിനെ അമേരിക്ക കാണുമോ, ഉടനടി യുദ്ധത്തിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകളുടെ മധ്യത്തിലാണ് ഇപ്പോൾ ലോകം നിൽക്കുന്നത്. ജോയ്സ്, തീർച്ചയായിട്ടും
ഡോക്ടർ ജോസ് ജോൺ പള്ളിക്കശ്ശേരി, ഇപ്പം ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഒരു ഇന്ത്യയുടെ ഒരു നടപടി, നമ്മൾ ഇതുവരെ അങ്ങനെ അധികം കേൾക്കാത്ത, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കേൾക്കാത്ത ഒരു നടപടി ഈ അടുത്തുണ്ടായിരിക്കുന്നു, ഇപ്പോൾ ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ശരിക്കും ഇന്ത്യയുടെ ഒരു നയമാറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ? കാരണം ഇന്ത്യയും ഇറാനും തമ്മിൽ നമുക്കറിയാം നല്ല ബന്ധത്തിലായിരുന്നു. ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്ന സ്ഥിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ അത് ഒരു ഇന്ത്യയുടെ ഒരു നയമാറ്റമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമോ ശരിക്കും? തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഒരു നയമാറ്റം തന്നെയാണ്. അത് പിന്നെ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടായിട്ടുള്ള ട്രേഡ് ഡീൽ അത് കുറച്ചും കൂടി ഇന്ത്യക്ക് ഫേവറബിൾ ആകത്തക്ക രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ആയിരിക്കണം ഇന്ത്യ ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നത് എന്ന് വേണം വിചാരിക്കാൻ. കാരണം ഇറാനിൽ നിന്ന് ഇത്തരത്തില് ഓയില് കടത്തിക്കൊണ്ടുവന്ന് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി അതൊരു പുതിയ സംഗതിയല്ല. ഇറാൻ ഇപ്പോൾ ഓയിൽ വിൽക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട ഓയിൽ സെല്ലിംഗ് മെത്തേഡാണ് ഇതുപോലെ പേര് മാറ്റിയ കപ്പലുകളിൽ അവിടെ നിന്ന് ഓയിൽ കടത്തി ഇന്ത്യൻ ഓഷ്യനിൽ കൊണ്ടുവന്ന് ഇന്ത്യൻ ഓഷ്യനിൽ വെച്ച് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളിലേക്ക് ഈ ഓയിൽ മാറ്റുക എന്നുള്ള ഒരു തന്ത്രം ഉപയോഗിച്ചാണ് ഇറാൻ ഓയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് ഇറാൻ ഇപ്പോഴും വലിയ തോതിൽ ഓയിൽ വിൽക്കുന്നുണ്ട്. അമേരിക്ക എന്തൊക്കെ ബാൻ ചെയ്താലും ശരി, ഇറാന്റെ വാട്ടേഴ്സിലേക്ക് അമേരിക്കയ്ക്ക് ആക്സസ് ഇല്ല. ഇറാന്റെ തീരത്തുള്ള ഇറാൻ ഒരുപാട് വാട്ടേഴ്സ് ഉണ്ട്. പേർഷ്യൻ ഗൾഫിനകത്തുള്ള പേർഷ്യൻ ഗൾഫ് ഉണ്ട്, അത് കൂടാതെ അറബിക്കടലുണ്ട്. അപ്പൊ അതില് ഇറാന്റെ പരിധിയിലുള്ള കടലിനകത്തേക്ക് അമേരിക്കയ്ക്കോ ആർക്കുമോ കയറി ചെല്ലാൻ പറ്റില്ല. അപ്പൊ അതിനകത്താണ് ഇറാന്റെ ഓയില് പുറത്തേക്ക് എടുക്കുന്ന ടെർമിനലുകൾ മുഴുവൻ അതിനകത്താണ്. അപ്പൊ അതില് ജറാഗ് ഐലൻഡ് എന്ന് പറയുന്ന ഏറ്റവും ഇറാന്റെ ഡീപ്പ് നോർത്തിലേക്കുള്ള അത് മുതൽ ഏകദേശം 5-6 ടെർമിനലുകളിലൂടെയാണ് ഇറാനിൽ നിന്ന് ഓയില് ഷിപ്പുകളിലേക്ക് കയറ്റുന്നത്. അതിൽ രണ്ടെണ്ണം നമ്മുടെ ചമ്പാഗ് പിന്നെ ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ച ആ പോർട്ട്, പിന്നെ കൂടാതെ ജാസ്ക ഓയിൽ ടെർമിനൽ എന്ന് പറയുന്ന വേറൊരു പോർട്ടും ഗൾഫ് ഓഫ് ഒമാനിലാണുള്ളത്. അത് ശരിക്കും പേർഷ്യൻ ഗൾഫിൽ നിന്ന് പുറത്തേക്കാണ്. അപ്പൊ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ രജിസ്റ്റേർഡ് അല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ കള്ള ഓയിൽ വിൽക്കുന്ന ഷിപ്പുകളിലേക്ക് ഓയിൽ നിറയ്ക്കുകയും അത് ഇന്റർനാഷണൽ വാട്ടേഴ്സിലേക്ക് നീങ്ങുകയും ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ വെച്ച് അത് ചൈനയുടെയോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെയോ ഒക്കെ ഷിപ്പുകളിലേക്ക് കൈമാറ്റം ചെയ്യുകയും അങ്ങനെ അവിടുന്ന് പോവുകയും ചെയ്യുകയാണ് പതിവ്. അപ്പൊ ഇത് നമ്മുടെ വാട്ടേഴ്സിൽ ബോംബെയിൽ നിന്ന് ഏകദേശം 100 നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് ഈ എക്സ്ചേഞ്ച് നടത്തുന്ന 3 ഷിപ്പുകൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടിച്ചിട്ടുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇതിനു മുൻപ് ഇത് കാണാതിരുന്നുണ്ടാവാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ കോസ്റ്റ് നമ്മൾ നല്ലതുപോലെ ഇൻവിജിലേറ്റ് ചെയ്യുന്നതാണ്. 55 കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പുകൾ എപ്പോഴും അറേബ്യൻ സീയിൽ ഉണ്ടാവും. ഏകദേശം 10-12 വിമാനങ്ങൾ എപ്പോഴും റെക്കഗ്നൈസൻസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ 3 ഷിപ്പുകളെ പിടികൂടുന്നു. ഈ 3 ഷിപ്പുകളും ഫേക്ക് രജിസ്ട്രേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം ഷിപ്പുകൾ എപ്പോഴും ഫേക്ക് രജിസ്ട്രേഷനിലാണ് ഉണ്ടാവുക. ഈ ഫേക്ക് രജിസ്ട്രേഷനുള്ള ഷിപ്പുകൾ പിടിച്ച് ഇന്ത്യൻ തീരത്തേക്ക് കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും ഇത് അമേരിക്കയെ സംബന്ധിച്ച് അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. റോയിറ്റേഴ്സ് ഒക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ത്യയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ശരിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അമേരിക്കയുമായി ഇത്രയും വലിയൊരു ബിസിനസ് ഡീലിൽ നിൽക്കുന്ന സമയത്ത് കോട്ടനെ സംബന്ധിച്ചും അതുപോലെ വെജിറ്റബിൾസിനെ സംബന്ധിച്ചും കാർഷിക സാധനങ്ങൾ ഇറക്കുമതിയെ സംബന്ധിച്ചും ഒക്കെ ഇപ്പോഴും ആ തീരുമാനങ്ങൾ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുൻപ് അമേരിക്കൻ താല്പര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളത് നിശ്ചയമായും നമ്മളുടെ ആവശ്യമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പിന്നെ ഈ ഇന്റർനാഷണൽ റിലേഷൻസിൽ അവനവന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ നോക്കുക എന്നല്ലാതെ ഇതിനകത്ത് പ്രിൻസിപ്പിളിന്റെ വിഷയം ഒന്നും ഉദിക്കുന്നില്ല. ഇതിനകത്ത് ആകെയുള്ളത് അവനവന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇറാനെ ഒതുക്കുക എന്നുള്ളത് അമേരിക്ക അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ്. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ എല്ലാ യുദ്ധ സന്നാഹങ്ങളും ഒഴുക്കി അമേരിക്ക അതിന്റെ ചുറ്റും പോയി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഇറാനിലേക്ക് എത്തുന്ന ഓരോ പൈസയും ഓരോ നാണയവും അവരെ സംബന്ധിച്ച് ഈ യുദ്ധത്തിന്റെ പ്രിപ്പറേഷനാണ്. അപ്പൊ ആ യുദ്ധത്തിന്റെ പ്രിപ്പറേഷന് ഏറ്റവും അധികം അടി നൽകാൻ കഴിയുന്നത് ഇറാനിലേക്ക് പണം എത്താതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇറാന്റെ ഓയിൽ കച്ചവടത്തിന് ആരൊക്കെ തടയിടുന്നോ നിശ്ചയമായും അത് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ യുദ്ധത്തിനുള്ള സഹായമായി തന്നെ പരിഗണിക്കാവുന്നതാണ്. ഇറാൻ അത് അവരുടേതല്ല എന്ന് പറയുന്നു. കാരണം അവർക്ക് ഇന്ത്യയെ ബ്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം അത് അവരുടെ ഒഫീഷ്യൽ വെസൽസ് ഒന്നുമല്ല, ഏതോ രാജ്യങ്ങളുടെ കുടിയും വെച്ച് നടക്കുന്ന വെസൽസ് ആണ്. അത് പിടികൂടിയപ്പോൾ തന്നെ ഇറാൻ രജിസ്റ്റേർഡ് ഒന്നുമല്ല. നേരത്തെ അമേരിക്ക ഈ ഷിപ്പുകളെ നേരത്തെ പിടികൂടിയതും അതിന്റെ രജിസ്ട്രേഷൻ പേരുകളൊക്കെ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഗ്ലോബൽ പീസ്, ചിൽ 1, ഗ്ലോറി സ്റ്റാർ 1 എന്നിങ്ങനെയാണ് അതിന്റെ ഒറിജിനൽ രജിസ്ട്രേഷൻ നെയിമുകൾ. അതിന് മേലെ ഉണ്ടായിരുന്ന പേരുകളൊക്കെ വേറെ ഏതുമാണ്, കൊടികളും വേറെ ഏതൊക്കെയാണ്.
ഇറാൻ പറഞ്ഞു അത് ഞങ്ങളുടേതല്ല. അപ്പൊ ഇറാനും ഇന്ത്യയിൽ ഒരു പ്രശ്നമൊന്നുമില്ല. ഇറാൻ പറഞ്ഞു ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞു. ആരും അത് ഓൺ ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ത്യക്കെതിരായിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇക്കാര്യത്തില് പിന്നെ ഭയങ്കര നീതിമാനാവാം. കാരണം ഞങ്ങളുടെ വാട്ടേഴ്സിൽ വെച്ചിട്ട് ഇമാതിരിയുള്ള ഇല്ലിസിറ്റ് പരിപാടികൾ നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന ഭയങ്കര വിശുദ്ധന്മാരായ രാജ്യമാണ് ഞങ്ങളെന്ന് നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ മേനി നടിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ ഇറാനെതിരായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല, അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മളോട് ആർക്കും ഒന്നും പറയാൻ നിൽക്കുന്നില്ല. പക്ഷെ നിശ്ചയമായും ഇതിന്റെ പിന്നിലുള്ള ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് അത് അമേരിക്ക പീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും. നമുക്ക് മറ്റൊരു കാര്യമുണ്ട് ശ്രീ ഷാവു പ്രസാദ്, അതായത് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ചെറിയൊരു അകൽച്ചയ്ക്ക് ശേഷം വീണ്ടും വലിയൊരു അടുപ്പത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ അടുപ്പം കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഏതൊരാവശ്യത്തിനും ഓടിയെത്തിയിരുന്ന റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരു അകൽച്ച സംഭവിക്കും എന്നുള്ളൊരു ടെൻഷൻ അവിടെ നിൽക്കുന്നു. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഒരു പ്രശ്നം ഉദിക്കുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. കാരണം ഇറാന്റെ കപ്പലുകളല്ല എന്ന് പറയുന്നുണ്ട്, എങ്കിൽ പോലും അത് ഇറാന്റെ എണ്ണ വ്യാപാരത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കുമല്ലോ. കാരണം ഇറാൻ ഇപ്പോൾ പരസ്യമായിട്ട് എണ്ണ വിൽപ്പന നടത്താൻ സാധിക്കത്തില്ല, ഇതുപോലുള്ള വഴികളിലൂടെ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ അതുപോലുള്ള വഴികൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് ഇറാന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മേഖലയെ ബാധിക്കത്തില്ലേ? അപ്പോൾ ഇറാൻ ഈ അമേരിക്കയുമായിട്ടുള്ള അടുപ്പം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു അടുപ്പം ഇന്ത്യയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സുഹൃത്ത് രാജ്യങ്ങളെ പിണക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമായിട്ട് ചെന്നെത്താൻ സാധ്യതയുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യ ഒരേ സമയം റഷ്യയുമായും അമേരിക്കയുമായും നല്ല ബന്ധങ്ങളും പാലസ്തീനുമായിട്ടും ഇസ്രായേലുമായിട്ടും വളരെ മികച്ച ബന്ധങ്ങളിൽ പോകും. ഇസ്രായേലുമായി വളരെ നല്ല ബന്ധം ഉള്ളപ്പോൾ തന്നെ ഇറാനുമായിട്ടും വളരെ നല്ല ബന്ധത്തിൽ തന്നെ പോകും. അങ്ങനെയുള്ള വളരെ ഒരു നയതന്ത്ര മെയ്വഴക്കത്തിൽ ഇന്ത്യ വളരെ വളരെ വിഖ്യാതരാണ്. ഓരോ രാജ്യത്തിനോടും, അതായത് നമ്മുടെ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഏത് രാജ്യവുമായിട്ടും അതിൻ്റെതായ രീതിയിലുള്ള ആ ഒരു നയതന്ത്ര മികവ് ഇന്ത്യ ഇന്നും കാണിച്ചിട്ടുണ്ട്. അതിവിടെയും കാണിക്കുക തന്നെ. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയുമായി ഒരു ഡീൽ ഉണ്ടാക്കാൻ പോകുന്നു. അതുമല്ല, ലോകം കാത്തിരിക്കുന്ന, ഉറ്റുനോക്കുന്ന ഒരു ഡീലാണ്. അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള കാലാകാലങ്ങളായി നിലനിൽക്കുന്ന വിശ്വസ്തമായ ഒരു ബന്ധമുണ്ട്. അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് സാങ്കേതികമായി ചോദിക്കാമെങ്കിലും, പക്ഷെ അതൊന്നും സംഭവിക്കില്ല. കൃത്യമായ റഷ്യയുമായിട്ടുള്ള ബന്ധം റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അമേരിക്കയുമായിട്ടും തന്നെ മുമ്പോട്ട് പോകും. അത് 100% നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന, ഇപ്പൊ ഗൾഫിൽ ഇപ്പൊ ഇന്ന് നടക്കുന്ന സമാധാന ചർച്ചകള് കാര്യങ്ങളൊക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. എങ്കിലും ഞാൻ സത്യസന്ധമായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്, നമ്മൾ ഇത്രയും കാലത്തെ പല ഈ പശ്ചിമേഷ്യ പ്രതിസന്ധികളും പലതും കണ്ട് അതിൽ നിന്ന് ഉണ്ടായ ഒരു ഒബ്സർവേഷൻ പറയാം. എനിക്കതിൻ്റെ അകത്ത് വലിയ പ്രതീക്ഷയില്ല. കാരണം ഇപ്പൊ നടക്കുന്ന ഈ ചർച്ച എന്ന് പറയുന്നത് കേവലം ഒരു മുഖം മറയ്ക്കലോ അല്ലെങ്കിൽ ഒരു കണ്ണിൽ പൊടിയിടലോ മറ്റോ ആണ്. കാര്യം ഇതുപോലുള്ള ചർച്ചകൾ പണ്ട് ഇറാഖ് യുദ്ധത്തിന് മുമ്പ് നടന്നിട്ടുണ്ട്. ജെയിംസ് ബേക്കറും ഇവരുടെ ഇറാഖിന്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന താരിഖ് അസീസും തമ്മിൽ ആ ഗൾഫ് യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോഴുള്ള ഒരു പ്രധാന കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹത്തിന്റെ നോബൽ സമ്മാന മോഹം അദ്ദേഹം ഏതാണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് തോന്നുന്നത്. ഇങ്ങനെ നോബൽ സമ്മാന മോഹം ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇനിയും രാജ്യങ്ങളെ അല്ലെങ്കിൽ വരുതിക്ക് നിർത്താനും ആക്രമിക്കാനും ഒന്നും മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല. ഇറാനിലെ ഇപ്പോൾ ജനീവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭാഷണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അത് വളരെ വ്യക്തമാണ്. അമേരിക്ക അവിടെ നടത്തുന്ന സൈനിക സന്നാഹങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും. കാര്യം അതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ ആക്രമിക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി പിന്നെ ഇവിടെ മോഹൻ വർഗീസ് സാറ് പറഞ്ഞ 1-2 കാര്യങ്ങളോട് ഞാനൊന്ന് ചെറുതായിട്ട് വിയോജിപ്പുണ്ട് എനിക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ കാര്യം. അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി മുഴുവനും ഏകദേശം അന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്ന കോൺഫ്ലിക്റ്റില് ഇസ്രയേലും അമേരിക്കയും കൂടെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും തകർന്നു പോയിട്ടുണ്ട്. പിന്നെ അവരുടെ മിസൈലുകളുടെ ശക്തി, അവരുടെ മിസൈലുകളുടെ ഈ പറഞ്ഞ പോലെ അതിമാരക ശേഷിയുള്ള ഭീകര മിസൈലുകളൊക്കെ ഉണ്ടായിരുന്ന ഇപ്പൊ ഇസ്രായേൽ ബാക്കി ഉണ്ടാവുമായിരുന്നില്ല.
ഇതൊക്കെ കുറെയൊക്കെ അവരുടെ ഈ ശക്തിയെ പറ്റിയുള്ള ഊതി വീർപ്പിച്ച കാര്യങ്ങളാണ് ലോകം മനസ്സിലാക്കിയിരുന്നത്. അവരുടെ അടിസ്ഥാന സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം തന്നെ നല്ല വലിയൊരു അളവോളം, അതായത് പ്രധാനപ്പെട്ട സൈനിക നേതൃത്വത്തിനെ മുഴുവനും ഏതാണ്ട് ഉന്മൂലനം ചെയ്തു. അങ്ങനെ ഏകദേശം അടിത്തറ ദുർബലമായി നിൽക്കുന്ന ഒരു കെട്ടിടം മാത്രമാണ് ഇപ്പോൾ ഇറാൻ. അവിടുത്തെ ആ മതഭരണകൂടം എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും താഴെ വീഴാവുന്ന അവസ്ഥയിലുമാണ്. കൂടാതെ അവിടുത്തെ ജനങ്ങളും ഈ ഭരണകൂടത്തിനെതിരാണ്. ഇത്രയും ഉള്ളപ്പോൾ വളരെ അനുകൂലമായ സാഹചര്യമാണ്. ഒരൊറ്റ തട്ട് കൊടുത്താൽ മതി, സാധനം താഴെ വീഴും. അപ്പം ആ സാഹചര്യത്തിൽ തൽക്കാലം ലോകത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു സംഭാഷണം മാത്രമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ സംഭാഷണം പരാജയപ്പെടാനാണ് സാധ്യത. അതിനുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. വലിയ താമസമില്ലാതെ ഇറാനിലെ മതഭരണകൂടം താഴെ വീഴും. അവിടെ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ഒക്കെ പാശ്ചാത്യ ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഇറാഖിലെയൊക്കെ പോലെയുള്ള ഒരു പാവ ഭരണകൂടം അവിടെ വരും. ഇവിടെ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യയുടെ നിലപാട്, ഇന്ത്യക്ക് ഇറാനുമായി വളരെ നല്ല ബന്ധമുണ്ട്. കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ബന്ധമാണ്. അത് ഒരു ഭരണകൂടത്തോടല്ല ആ ബന്ധം. ഇന്ത്യക്ക് ഇറാനുമായുള്ള ബന്ധം അവിടുത്തെ സംസ്കാരത്തോടും അവിടുത്തെ ജനങ്ങളോടുമാണ്. അവിടെ ഇനി ഏത് ഭരണകൂടം വന്നാലും ശരി, ആ ബന്ധത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യക്ക് കൂടുതൽ ഗുണകരമാവാനേ സാധ്യതയുള്ളൂ. അങ്ങനെ ഒരു മാറ്റം അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗോള സമവാക്യങ്ങൾ അവിടെ മാറും. പിന്നീട് ഇപ്പൊ ഈ വെനിസ്വേലയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറാനിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് എണ്ണയും ഗ്യാസും ഒക്കെ വാങ്ങാൻ നമുക്ക് യാതൊരു തരത്തിലുള്ള ആഗോള തടസ്സങ്ങളും ഉണ്ടാവില്ല. നമുക്കത് വാങ്ങാൻ പറ്റും. അതിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും അവിടെ ഉണ്ടാവും. എന്തായാലും ഇവിടെ ഇപ്പോൾ ജനീവയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭാഷണം പരാജയപ്പെടാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഈ കപ്പലുകളുടെ കാര്യം, അത് കൃത്യമായ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച ആള് അന്താരാഷ്ട്ര ഞങ്ങളുടെ അടുത്ത് നടക്കില്ല എന്ന് ഇന്ത്യക്ക് മേനി നടിക്കാൻ കിട്ടിയ ഒരു അവസരം ആയിട്ടാണ് ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം കുറച്ചൊരു പരിഹാസത്തോടു കൂടിയാണ് പറഞ്ഞത്. പക്ഷേ അതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ വാട്ടേഴ്സിൽ, നമ്മുടെ ഇന്റർനാഷണൽ വാട്ടേഴ്സിന്റെ ഉള്ളിൽ അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല എന്ന വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് ഇന്ത്യ ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനിപ്പോ ഇറാനായാലും ആരുടെ ആയാലും അത് വളരെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് പല വ്യാഖ്യാനങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അമേരിക്കയെ സന്തോഷിപ്പിക്കാനാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ പറയാമെങ്കിലും പക്ഷെ അത് വളരെ ശരിയായ നടപടിയാണ്. അത് കൃത്യമായ മെസ്സേജാണ് ലോകത്തിന് നൽകിയിരിക്കുന്നത് എന്നും കൂടി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ ഇപ്പോൾ ഇദ്ദേഹം ഷാബു പ്രസാദ് സാർ പറഞ്ഞപ്പോൾ അതിൽ നിന്നൊരു സംശയം എനിക്ക് തോന്നി. ഇത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നാനിടയുള്ള ഒരു സംശയമാണ്. ജസ്റ്റ് അതുകൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അതായത് കഴിഞ്ഞ ഒരു യുദ്ധം, അതായത് ഒരു 12 ദിന യുദ്ധം ഇസ്രായേലും ഇറാനുമായിട്ട് തുടങ്ങി അമേരിക്ക അവസാനിപ്പിച്ച ഒരു യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ വലിയൊരു നാശനഷ്ടം ഇറാൻ ഉണ്ടായി എന്നും അതുപോലെ ഇറാൻ വലിയ മോശമില്ലാത്ത രീതിയിൽ തിരിച്ചടിച്ചു എന്നും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഒരു റെജീം ചേഞ്ച് അമേരിക്ക കാലങ്ങളായി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം അന്ന് അതുപോലൊരു നീക്കത്തിലേക്ക് പോകാതെ ഇപ്പോൾ വീണ്ടും അതുപോലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അമേരിക്ക അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്തുകൊണ്ടാകാം? കാരണം അത്രയും സംവിധാനവുമായിട്ട് അല്ലെങ്കിൽ അമേരിക്ക അവസാന നിമിഷം ഇടപെടുന്ന ഒരു സാഹചര്യം എത്തി, ബോംബറുകളൊക്കെ എത്തിച്ച് അതുപോലൊരു ഇടപെടലൊക്കെ നടത്തിയിട്ടും അന്നൊരു റെജീം ചേഞ്ചിലേക്ക് പോകാതെ അമേരിക്ക അവിടെ വെച്ച് അവസാനിപ്പിച്ചതിന്റെ കാരണം എന്തായിരിക്കും? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അന്ന് 2025 ജൂണിൽ നടന്ന 12 ദിന യുദ്ധം, ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന ഒരു പോരാട്ടം. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ മിസൈലുകൾ പായിച്ചു. നാശനഷ്ടങ്ങൾ ഇരുഭാഗത്തും ഉണ്ടായി. ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്താണ് എന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ഇറാന്റെ 3 ആണവ നിലയങ്ങൾ, ഫർദോയിലെയും അസ്ഫഹാനിലെയും മറ്റിടത്തെയും ആണവ നിലയങ്ങൾ തകർത്തു എന്നാണ് റിപ്പോർട്ടുകളെങ്കിലും എത്രത്തോളമാണ് തകർച്ച എന്നതിനെ കുറിച്ച് കൃത്യമായ ഊഹമില്ല. ഫിസൈൽ മെറ്റീരിയൽ, സമ്പുഷ്ടീകരിച്ച യുറേനിയം 235, അത് സമ്പുഷ്ടീകരിച്ച മെറ്റീരിയൽ അവിടെ നിന്നും മാറ്റിയതായി സ്ഥിരീകരിക്കത്തക്ക വിവരങ്ങളുണ്ട്. അതെങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്? അത് ഇറാന്റെ സേഫ് കസ്റ്റഡിയിൽ തന്നെയാണോ? അത് ചോദ്യചിഹ്നമാണ്.
അപ്പൊ ഇതെല്ലാം തന്നെ ഒരു യാഥാർത്ഥ്യമായിരിക്കെ ഒരു ഫൈനൽ പുഷ് എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 2025 നടന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധമാണെങ്കിൽ ഇപ്രാവശ്യം അമേരിക്ക ഇറാൻ യുദ്ധം എന്ന നറേറ്റീവാണിരുന്നത്. അത് വീണ്ടും എന്റെ സംശയങ്ങൾ ഞാൻ പറയുന്നു. അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കരതാവളങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങൾ അതിനുള്ള അനുമതി ഇതുവരെ നൽകാത്തത് കൊണ്ട് ഈ വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കടലിൽ നിന്നുകൊണ്ട് മാത്രം 2 പടക്കപ്പലുകൾ നിന്നുകൊണ്ട് മാത്രം യുദ്ധം ക്രമീകരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു തുടക്കം എന്ന നിലയിൽ ഇസ്രയേൽ തന്നെ ആവുമോ ഇറാന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത്? അങ്ങനെ ഉണ്ടായാൽ അത് ആണവ നിലയങ്ങൾക്ക് നേരെയാകുമോ? ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാകുന്ന മിസൈൽ രംഗം, അതായത് മിസൈലുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറച്ചു വെച്ചിരിക്കുന്ന ഭൂഗർഭ ഇടങ്ങൾ ഇസ്രായേൽ നന്നായിട്ട് അറിയാം. അവിടങ്ങൾ തെരഞ്ഞുപിടിച്ചാവുമോ? അതുകൊണ്ട് സാമ്പത്തികമായ മേഖലകളിൽ ആക്രമണം ഉണ്ടാകുമോ? മുതലായ കാര്യങ്ങൾ നമ്മൾ നോക്കി കാണേണ്ടതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ 2 കൂട്ടരും അവരവരുടെ പ്രിഫറൻസസ് പുറത്തു പറയുന്നില്ല, അല്ലെങ്കിൽ അത് ഗോപ്യമായി വെച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഭരണമാറ്റമാണ് ഉണ്ടാകേണ്ടത് എങ്കിൽ ഒരുപക്ഷെ ആത്യന്തികമായി ഒരു കരയുദ്ധം ഉണ്ടാവേണ്ടതുണ്ട്. അത് ആകാശങ്ങൾ നിന്നുകൊണ്ട് ഇറാനെ തകർപ്പണമാക്കാൻ കഴിയും. പക്ഷേ ഒരു ഭരണമാറ്റം എന്ന് പറയുന്നത് അതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അവിടെ അതിനൊരു വ്യക്തമായ ഓപ്പോസിഷൻ ഇറാനിലില്ല. ആരുടെ കയ്യിലേക്കാണ് ഭരണം കൊണ്ടുപോകേണ്ടത്? ഇപ്പോൾ അമേരിക്കയിൽ പ്രവാസത്തിലുള്ള ഷാ പഹ്ലവി രണ്ടാമന്റെ മകൻ റിസ പഹ്ലവിയെ കൊണ്ടുവന്ന് പെട്ടെന്നൊരു നാൾ ഭരണം ഏറ്റെടുക്കാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ദുരൂഹമാണ്. അതുകൊണ്ട് തന്നെ IRGC എല്ലാ മേഖലയിലും പിടിമുറുക്കിയിരിക്കുന്നത് കൊണ്ട് IRGCയുടെ കൃപയണം ഒരു കരയുദ്ധത്തിലേക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും കൊണ്ടെത്തിച്ചു നിർത്തുക, പ്ലേ എ വെയിറ്റിംഗ് ഗെയിം എന്നതാകും ഇറാന്റെ സ്ട്രാറ്റജി. അതുകൊണ്ടാണ് പെട്ടെന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിച്ച് വിജയശ്രീലാളിതരായി പുറത്തു പോകണമെന്നാകും ആഗ്രഹം. പക്ഷെ അതിന് ഇറാൻ സമ്മതിക്കുമോ എന്നതാണ് വിഷയം. അതുകൊണ്ട് ഭരണമാറ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിൽ ആലോചിച്ച് ഉറപ്പിച്ച് നടപ്പാക്കേണ്ട കാര്യമാണ്. അത് നടപ്പാകും എന്ന് കൃത്യമായി ഈ സ്റ്റേജിൽ ഉറപ്പ് പറയാനോ ആവില്ല. കരയുദ്ധം എന്നത് ഒരു ഇവൻച്വാലിറ്റി ആണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഭീമമായ നാശനഷ്ടങ്ങളായിരിക്കും 2 പക്ഷത്തും. തീർച്ചയായിട്ടും. മറ്റൊരു സംശയം കൂടെ നിലനിൽക്കുന്നത് ശ്രീ ഡോക്ടർ ജോസ് ജോൺ മല്ലിക്കശ്ശേരി, അതായത് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ, മോഹൻ സാർ പറഞ്ഞ പോലെ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങൾ ഒരു അനുമതി ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് അമേരിക്കയുടെ ഒരു പിൻബലത്തിലും കൂടിയാണ്. അമേരിക്കയുടെ ബേസുകളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് തന്നെ അമേരിക്കയുടെ ഒരു സംരക്ഷണമുണ്ട് എന്നുള്ളൊരു ധൈര്യം കൂടെയാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ഒന്നിനും നിലനിൽക്കുക അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം നിൽക്കില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഭാവി എന്താവും? പെട്ടെന്നൊന്ന് ചുരുങ്ങിയ വാക്കുകളിൽ സൂചിപ്പിക്കാം. അത് ഗൾഫ് രാജ്യങ്ങളുടെ ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല യുദ്ധം വരികയാണെങ്കിൽ. ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് നിന്നല്ല സംസാരിക്കുന്നത്. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഓരോ വാക്കുകളും പരസ്പരം ആലോചിച്ച് മാത്രം പറയുന്നതാണ്. ഇപ്പം സൗദി അറേബ്യയിൽ നിന്നൊക്കെ സൗദി രാജാവ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അമേരിക്കൻ കൺസെന്റോട് പറയുന്നതാണ്. അല്ലാതെ സൗദി രാജാവ് ഒരു ദിവസം രാവിലെ എഴുന്നേരുന്ന ഒരു പ്രഖ്യാപനങ്ങൾ നടത്തില്ല. അത് അവരുടെ ഒരു സുരക്ഷയുടെ ഭാഗമാണ്. സൗദിയെ ഇറാൻ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അവരൊരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് മാത്രം നടത്തുന്ന ഒരു സംഗതിയാണ്. സൗദിയിലെ ബേസുകളൊന്നും ഇവിടെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയ്ക്ക് ആവശ്യമില്ല. ഇസ്രായേൽ അവിടെ ഉണ്ട്. കഴിഞ്ഞ തവണത്തെ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. സിറിയയുടെ മുകളിലുള്ള ആകാശത്തിലൂടെ ഇസ്രായേൽ ഒരു ഹൈവേ അവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള മുഴുവൻ അവരുടെ വിമാന വേധ സംവിധാനങ്ങൾ മുഴുവൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആകാശം ഫ്രീ ആണ്, ഇപ്പോഴും ഫ്രീ ആണ്. S-300 വെച്ചുകൊണ്ടൊന്നും അമേരിക്കൻ ഇസ്രായേൽ സംവിധാനങ്ങളെ തടുക്കാനോ ചെറുക്കാനോ ഇറാനെ കൊണ്ടാവില്ല. ടോമോഹാക്ക് മിസൈലുകൾ കൊണ്ടുപോയി വിന്യസിച്ചിരിക്കുന്നത് തമാശ കളിക്കാൻ വേണ്ടിയല്ല. ഈ അമേരിക്കയുടെ ഫ്ലീറ്റുകളുള്ളത് മുഴുവൻ ടോമോഹാക്ക് മിസൈലുകളാണ്. 10,000 ടോമോഹാക്ക് മിസൈലുകളാണ് ഇപ്പോൾ ആ റീജിയനിൽ എത്തിച്ചുള്ളത്. ഇന്നലെയും UK നിന്ന് അവരുടെ മിലിറ്ററി അസറ്റുകൾ, US മിലിറ്ററി അസറ്റുകൾ ഈ റീജിയനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലൊക്കെ പ്രധാനമായിട്ട് വരുന്ന ടോമോഹാക്ക് മിസൈലാണ്. ടോമോഹാക്ക് മിസൈൽ ഹൈലി ഗൈഡഡ് ആയിട്ടുള്ള മിസൈലുകളാണ്. ഇപ്പൊ നേരത്തെ മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഈ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി എന്ന് പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഇസ്രായേൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വാർ എക്സ്പേർട്സിന്റെ ലേഖനങ്ങളിലെല്ലാം സൂചിപ്പിക്കുന്നത് ആക്രമിക്കുകയാണെങ്കിൽ ടോമോഹാക്ക് മിസൈലുകൾ ഉപയോഗിച്ച് 300 മുതൽ 400 വരെ സ്ഥലങ്ങളിൽ ഒന്നിച്ച് ആക്രമണം ഉണ്ടാവുമെന്നാണ്. അതായത് ഇവർ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികൾ എന്ന് പറയുന്നത് സൂക്ഷിപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ടോമോഹാക്ക് മിസൈലുകൾ വന്ന് വീഴും. ആ മിസൈലുകളുടെ അറ്റത്ത് അതിശക്തമായ ബോംബുകളും ഘടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ യുദ്ധം നടക്കുകയാണെങ്കിൽ കരയുദ്ധത്തിലേക്ക് ഒരിക്കലും അമേരിക്ക പോവില്ല. കാരണം കരയുദ്ധം എന്നുള്ളത് ഇറാന്റെ 1ാം തരം ട്രാപ്പാണ്. കരയുദ്ധത്തിൽ പോയിട്ട് ഇറാനെ പിടിക്കാൻ കഴിയില്ല. കാരണം ഇറാൻ അതുപോലെയുള്ള ഒരു ആർമി സെറ്റപ്പാണുള്ളത്.
ആകാശ യുദ്ധങ്ങളിലൂടെ തന്നെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക, കരയുദ്ധങ്ങളോട് ആയിരിക്കില്ല. നിശ്ചയമായിട്ടും ഇത് നീണ്ടു പോയി കഴിഞ്ഞാൽ എല്ലാ അറബ് രാജ്യങ്ങൾക്കും ഭീഷണിയാവും. അതിലേക്കൊന്നും അമേരിക്ക നീങ്ങില്ല. അറബ് രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ നിശ്ചിതമായ വാഗ്ദാനമാണ്. അതിൽ നിന്ന് അമേരിക്ക പിന്തിരിയാനും കഴിയും. തീർച്ചയായിട്ടും ശ്രീ ഷാഹു പ്രസാദ്, അതായത് നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം അതിപ്പോൾ വലിയൊരു ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 4ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ, ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അമേരിക്കയുടെ വശത്ത് ഇസ്രായേൽ വരും, ഇറാന്റെ വശത്ത് ചിലപ്പോൾ ചൈനയോ റഷ്യയോ ഒക്കെ വന്നേക്കാം. ഇന്ത്യ എവിടെ നിൽക്കാനാണ് സാധ്യത? പെട്ടെന്നൊന്ന് സൂചിപ്പിച്ചോളൂ. ഇന്ത്യ ന്യൂട്രലായിട്ട് നിൽക്കുകയുള്ളൂ. ഇന്ത്യ ഇതിന്റെ അകത്ത് വളരെ ഒരു സ്ട്രാറ്റജിക് സൈലൻസിൽ ആയിരിക്കും, സ്ട്രാറ്റജിക് സൈലൻസ് ആൻഡ് സ്ട്രാറ്റജിക് ഡിസ്റ്റൻസിലായിരിക്കും ഇന്ത്യ നിൽക്കുക. കാര്യം ഇറാനുമായിട്ടും അമേരിക്കയുമായും ഇസ്രായേലുമായും ഈ പറഞ്ഞ പോലെ റഷ്യയുമായിട്ടും അങ്ങനെ ലോകരാജ്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യക്ക് ബന്ധമുണ്ട്. അവിടെ വരുന്ന ഒരു നയതന്ത്ര തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന വൈകാരികമായ ബന്ധങ്ങളല്ല. അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്വന്തം രാജ്യത്തിന്റെ താല്പര്യം മാത്രം നോക്കിക്കൊണ്ടുള്ള ബന്ധങ്ങളാണ്. അവിടെ ഇന്ത്യ വളരെ സൂക്ഷിച്ചു തന്നെ നിൽക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ കണ്ടാണല്ലോ കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധത്തില് ഇന്ത്യ എന്ത് നിലപാടാണ് എടുത്തത്? നിലപാട് വളരെ സ്ട്രാറ്റജിക് ആണ്, വളരെ സൈലന്റ് ആണ്. അത് എന്നാൽ കൃത്യമായ നിലപാടുണ്ടെങ്കിലും അത് പുറത്ത് അങ്ങനെ പറയാതെ വളരെ ഒരു ഡിസ്റ്റൻസിലെ, ഒരു സ്ട്രാറ്റജിക് ഡിസ്റ്റൻസിലെ ഇന്ത്യ നിൽക്കും. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. നമുക്ക് അറിയാം നമ്മുടെ ഇന്ത്യയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്ത്യയുടെ നിലപാടാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. യുദ്ധഭീതി ഒഴിവാക്കി സമാധാനം നിലനിർത്തുവാനും ചർച്ചയിലൂടെ പരിഹാരം കാണുവാനും ലോക നേതാക്കൾക്ക് സാധിക്കട്ടെ. നടപടികൾ സ്വീകരിക്കുന്നത് അമേരിക്കയായാലും ഇന്ത്യയായാലും ഇറാനായാലും എല്ലാവരെയും തുല്യരായി കണ്ട് സമാധാനം മാത്രം മുൻനിർത്തി പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികളാവട്ടെ. അത് നല്ല നാളേക്കായി, നമ്മുടെ അടുത്ത തലമുറയുടെ സുരക്ഷയ്ക്കായി മാത്രമാവട്ടെ. ഇന്നത്തെ ഷിക്കന ന്യൂസ് 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ജോയ്സ് മാത്യു. ചർച്ചയിൽ ചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.